പെരിയാറിലൊഴുകുന്നത് എന്തായിരുന്നാലും പനിനീരല്ല. ഇന്നലെ ചത്തുപൊങ്ങിയ കരിമീനും മറ്റ് ചെറു മത്സ്യങ്ങളുമൊക്കെ തീൻമേശയിൽ എത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് പൊതുവിൽ ഇവിടെ നിന്നുള്ള മീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. അത് ഏതൊക്കെ മാർക്കറ്റുകളിലേക്ക് പോകും, എവിടേക്കൊക്കെ പോകും എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കാളും മീൻ കഴിക്കണ്ടായിരിക്കും അല്ലേ? ഇല്ല, കുറച്ച് ദിവസത്തേക്ക് എന്തായാലും മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ. കാരണം ആ രീതിയിലാണല്ലോ ഇവർ ചെയ്ത് കൂട്ടിയേക്കണം. ഈ ലോഡ് കണക്കിന് മത്സ്യങ്ങളാണ് രാവിലെ കൊണ്ടുവന്ന് അകത്തോട്ട് എറിഞ്ഞ് അവർ കാണണ്ട, അവരും മണക്കണം. ഇത് ഈ ബുദ്ധിമുട്ട് അവരെന്താണെന്ന് അറിയണം. PCBക്കാർ അപ്പോൾ അത് എറിഞ്ഞ് അത് ജനങ്ങളുടെ പ്രതിഷേധം, ഒരു പാർട്ടിയുടെയും പ്രതിഷേധമല്ല. ആ കണ്ടത് ജനങ്ങളുടെ പ്രതിഷേധം. പക്ഷേ ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വരെ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ, കാരണം വീട്ടിൽ പെട്ടെന്ന് പണി കഴിയുന്നത് മീൻകറി ഒന്ന് വെക്കുക, അതില്ലാത്ത ഒരു കുടുംബം പോലും ഇല്ല സത്യം പറഞ്ഞാൽ. പച്ചക്കറിക്ക് വിഷമടിച്ച് അങ്ങനെ, മീനുകളാണെങ്കിൽ ഇങ്ങനെ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സാധനവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. താഴെ തട്ടിക്കിടക്കുന്ന ഉറത്തല്, പിന്നെ പൂളാൻ, അതുപോലുള്ള മീനുകൾ താഴെ അതുപോലും ചത്തുപൊങ്ങിയ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. ഇതെന്തായാലും ഇനി നടപടി എടുക്കാതെ യാതൊരു നിവൃത്തിയില്ല. മത്സ്യ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മളുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം തന്നെ ഇപ്പൊ താറുമാറില്ല. നമുക്ക് കരിമീനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് തന്നെ സങ്കടം വന്നു. ഈ പുഴയുടെ അരികത്ത് വന്നിങ്ങനെ അടിഞ്ഞു കിടക്കണേന്ന് കരിമീൻ, കൂരിയൊക്കെ കിടക്കണുണ്ട്. നമുക്ക് തന്നെ സങ്കടം വന്നു. അത്രയ്ക്കും നമ്മൾ വാരി കളഞ്ഞാലും പിന്നെ ഏറ്റത്ത് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. വില കൂടിയ കുറെ മത്സ്യങ്ങളാണ് ഇതിലിപ്പോ കൂടുതൽ കാണുന്നത്. അപ്പൊ ഉപജീവന മാർഗമാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ദീനരോധനവും കൂടി ഉണ്ട് ഇതില്. വർഷങ്ങളായിട്ട് ഈ തൊഴിലാളികൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ മഴക്കാലം വരുമ്പോഴുള്ള ഇത്. അവർ ഇത്രയും വലിയൊരു രാസവസ്തുക്കൾ ഇത് പുഴയിലോട്ട് ഒഴുക്കണം എന്ന് പറയുമ്പം ജനങ്ങളെ കൊല്ലുന്നതിന് തുല്യമല്ലേ? 2 ലക്ഷത്തിന് കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു 30-40 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനാരും ഉത്തരം കൊടുക്കും? പൊതുവിൽ മത്സ്യം കഴിക്കുന്ന എല്ലാ ആളുകളുടെയും ആരോഗ്യത്തിനു കൂടി ആശങ്കാകരമായ ഒന്നാണ് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങാൻ ഇടയാക്കിയത്. മീൻ കൃഷി നടത്തുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കായലിനെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവരുടെ കൂടി ആവശ്യമാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികൾ മാത്രമാണ് തേടുന്നത്. ഒപ്പം കൂടുമീൻ കൃഷിയിൽ മീൻ നശിച്ചവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകണമെന്നും മേഖല ആവശ്യപ്പെടുന്നു. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.